അയ്യേ, നീ എന്താ പ്രോഡക്റ്റ് വിൽക്കാൻ നടക്കുവാണോ? അതിനു വേണ്ടിയാണോ നീ ഇത്രയും പഠിച്ചത്? ആളുകൾ എന്ത് വിചാരിക്കും? അതിനെന്താ ചേച്ചി, ഞാൻ ചെയ്യുന്നതും ഒരു ബിസിനസ് തന്നെയാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്താണെന്ന് ചേച്ചിക്ക് അറിയാമോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ തട്ടിപ്പ് പരിപാടിയല്ലേ ഈ ആളുകളെ ചേർക്കുന്ന പരിപാടി, കുറെ കാശൊക്കെ മുടക്കിയിട്ട്. ആ, അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കാതെ ഓരോന്ന് ചിന്തിച്ചു വെച്ചേക്കാണ് ചേച്ചിയും. അങ്ങനെയല്ല ചേച്ചി, അങ്ങനെ പൈസ കൊടുത്ത് ചെയ്യുന്നതാണെങ്കിൽ പേരിനൊരു അക്കൗണ്ട് മാത്രമുള്ള ഞാൻ എങ്ങനെ ചെയ്യും? എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരില്ലാതെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന കമ്പനികളാണ്. അതുവഴി നമുക്കും നല്ലൊരു മാസ വരുമാനം നേടിയെടുക്കാനായിട്ട് പറ്റും. ആണോ? അപ്പൊ പിന്നെ ഈ ആളുകളെ ചേർക്കുന്നതോ? അതെന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ചേച്ചി. നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്കും ഈ ഒരു മാർഗം കാണിച്ചു കൊടുത്ത് അവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാലോ? ആഹാ, അത് നല്ലൊരു കാര്യമാണല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ടേ, പ്രോഡക്ട്സ് എടുക്കണ്ടേ, പിന്നെ ഈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ അറിയണ്ടേ? അതൊന്നും ഓർത്ത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഒരു രൂപ പോലും മുടക്കേണ്ട. പ്രോഡക്ട്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം പഠിപ്പിച്ചു തരാനായിട്ട് ഇവിടെ ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. അതൊക്കെ പോരെ? എന്നാൽ ഓക്കെ. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇപ്പൊ മാസം എത്ര വരുമാനം കിട്ടുന്നുണ്ട്? ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ. എന്റെ പൊന്നു ചേച്ചി, ഒരു കുടുംബത്തെ നോക്കാനുള്ള വരുമാനം എനിക്കിന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനും പറ്റുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു പെണ്ണിന്? അതും വീട്ടിൽ ഇരുന്നു കൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട്. മാത്രമല്ല, ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. യാതൊരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ. മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് പേരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ച് നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലെ തെറ്റായ ചിന്താഗതികൾ? എല്ലാ കമ്പനികളും ഒരുപോലെയല്ല കേട്ടോ.